ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മാത്സ് കഫേ കേരള യൂണിവേഴ്സിറ്റി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SO ഫിസിക്സ് ആണ്. നമ്മുടെ സൂപ്പർ സ്റ്റഡി പ്ലാൻ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഒന്നാമത്തെ വീഡിയോ മാത്തമാറ്റിക്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ അത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റിൽ കാണും. ഇന്ന് രണ്ടാമത്തെ വീഡിയോ SO ഫിസിക്സിൻ്റെ ചോദിക്കാൻ സാധ്യതയുള്ള 15 essay ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കൊരു 30 മാർക്സ് കിട്ടും. എന്നുവെച്ചാൽ essay 15 × 2 30 മാർക്കിനായിരിക്കും മെസ്സേജ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫോളോ ചെയ്താൽ എത്ര മാർക്ക് കിട്ടുന്ന 30 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പേപ്പറിൻ്റെ പേരെന്തുവാണ്? മോഡേൺ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. ആകെ 4 ചാപ്റ്റർ ആണുള്ളത്. മോഡേൺ ഫിസിക്സ് ഉണ്ട്, പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് 15 essayയിലേക്ക് പോവാം. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പ് 15 essay ആണ്. ടോപ്പ് 15 essay ആണ്. അപ്പം അതായത് നമ്മുടെ പേപ്പർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് essay ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വെക്റ്റർ ആറ്റം മോഡലാണെന്ന്. എല്ലാ പ്രാവശ്യവും 50 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ഏറ്റവും തോന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് വെക്റ്റർ ആറ്റം മോഡൽ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് ബോർ ആറ്റം മോഡലും ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റവും. ഈ ഒന്നാമത്തെ essay ചോദിച്ചില്ലെങ്കിൽ മാത്രമേ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും essay ചോദിക്കത്തുള്ളൂ. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട essay ഏതാണ്? വെക്റ്റർ ആറ്റം മോഡലാണ്. അതിനുശേഷം മാത്രമേ ബോറും ലൈൻ സ്പെക്ട്രവും ഹൈഡ്രജൻ ആറ്റവും ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പം നിങ്ങൾ ടൈം എടുത്ത് വെക്റ്റർ ആറ്റം മോഡൽ പഠിക്കുക. 15 മാർക്കും സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ എല്ലാ കോൺസെപ്റ്റും മനസ്സിലാക്കി പഠിക്കുക. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് നോട്ട് നമ്മളെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി. ഇനി നമുക്ക് നോക്കാം. 3 പറഞ്ഞേ. ഇനി ലോസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി, ഇതും ചോദിച്ചിട്ടുണ്ട്. ഈ എസ്സേയും ചോദിച്ചിട്ടുണ്ട്. അറ്റോമിക് ന്യൂക്ലിയസിൽ നിന്ന് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വെക്റ്റർ ആറ്റം മോഡൽ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എസ്സേയാണ് 5ാമത്തെ essay, സ്ക്രോളിഞ്ചർ ഇക്വേഷൻ. ഇത് രണ്ടും എപ്പോഴും കാണും എക്സാമിന്. പക്ഷേ ഈ സ്ക്രോളിഞ്ചർ ഇക്വേഷന് നമ്മൾ വെക്റ്റർ ആറ്റം മോഡലിൻ്റെ കണക്കല്ല. ഇത് 3 ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ. 3 essay ആണ്. ഒന്ന് ടൈം ഡിപ്പെൻഡൻറ്റ്, 2 ടൈം ഇൻഡിപെൻഡൻറ്റ്. ഇത് 2 ഏതെങ്കിലും ചോദിക്കും. അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. എന്താണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്? ഈ 3 essayയിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാ സിലബസൊക്കെ എല്ലാ PYQ നോക്കിയാൽ മതി. ഈ 3 essayയിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അവർ ചോദിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 4 essay ആയി. ഒന്ന് വെക്റ്റർ ആറ്റം മോഡൽ, രണ്ടാമത് സ്ക്രോളിഞ്ചർ ഇക്വേഷൻ്റെ 3 essay എന്തൊക്കെയാണ്? ടൈം ഡിപ്പെൻഡൻറ്റ്, ടൈം ഇൻഡിപെൻഡൻറ്റ്, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. ഇതും 4 essay എന്തായാലും നിങ്ങൾ പഠിക്കണം. ഈ 4 essay പഠിച്ചിട്ടേ ഞാൻ ഈ ബോറും ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റവും ലോസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റിയൊക്കെ പഠിക്കാൻ പറയും. ഓക്കെ, ഇനി നമ്മുടെ ഏറ്റവും വലിയ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രോണിക്സ് ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അപ്പം ഇതിനകത്ത് essay ചോദിക്കാനാണെങ്കിൽ ഒരുപാട് essay ഉണ്ട്. എന്തായാലും ഒരു 7+ essay ഒക്കെ കാണും. എത്ര essay വേണമെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. കാരണം ഈ ചാപ്റ്റർ അത്രയ്ക്ക് വാസ്റ്റാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയോഡ് ആസ് എ റെക്ടിഫയർ, ഹാഫും ഫുള്ളും. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സേന ഡയോഡും ചോദിക്കാം. സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ചോദിക്കാം. ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ചോദിക്കാം. ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം. ഇത് 1, 2, 3, 4, 5 ഈ essay ആണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ഇലക്ട്രോണിക്സ് എന്തായാലും നിങ്ങൾ പഠിക്കുമ്പോൾ PYQ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്തുവാ, അത്രയും ഒരുപാട് ചോദിക്കാനുള്ള ചാപ്റ്ററാണ്. അപ്പം നിങ്ങൾ അത്രയും ഫോക്കസായിട്ട് അത്രയും നേരം ഒരുപാട് നേരം ഒരു വീക്കെങ്കിലും വേണം എന്നുവെച്ചാൽ ഫുൾ കവർ ചെയ്ത് തരാൻ. അപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക. അതിൻ്റെ പ്രോബ്ലത്തിനും എല്ലാത്തിനും ഇതിൻ്റെ PYQ റെഫർ ചെയ്ത് പഠിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അല്ലെങ്കിൽ നല്ല ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇനി നമ്മുടെ ഏറ്റവും കുഞ്ഞു ചാപ്റ്ററാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്.
അറ്റോമിക് ന്യൂക്ലിയസ് ഭയങ്കര കുഞ്ഞ് ചാപ്റ്ററാണ്. അതിനകത്തൊന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. ഒന്ന് ബൂളിയൻ ഓൾജിബ്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം, ഡെസിമൽ, ബൈനറി നമ്പർ സിസ്റ്റം ഒക്കെ അങ്ങനെ കുറേ, ഒക്ടൽ, ഹെക്സാ ഡെസിമൽ, ബൈനറി കോഡഡ് ഡെസിമൽ, അങ്ങനെ കുറേ ഇതുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, അതിൻ്റെ എസ്സേ കയറി ചോദിക്കും ചിലപ്പം. ഒന്നെങ്കിൽ ബൂളിയൻ, അല്ലെങ്കിൽ ലോജിക്, അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം, എന്താ ഡെസിമൽ, ബൈനറി, അങ്ങനെ കുറേ എസ്സേ ഉണ്ട്. അത് കുറേ ആയിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അപ്പം അതൊക്കെ കയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്നും ചിലപ്പം ഒരു എസ്സേ എക്സ്പെക്റ്റ് ചെയ്യാം. ബൂളിയൻ അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം, ബൂളിയൻ ഓൾജിബ്ര അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ലോജിക് ഗേറ്റ്സ്. ഈ 3 എസ്സേയിൽ ഈ ലോജിക് ഗേറ്റ്സിൽ നിന്ന് ഏതെങ്കിലും ഗേറ്റ് ഒരു പ്രാവശ്യം 4 മാർക്കിനും ചോദിച്ചിരിക്കും, 4 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിച്ചിരിക്കും. ഇങ്ങനെ വരും. 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ കാണും, 2 മാർക്കിനും ഒരു ക്വസ്റ്റ്യൻ കാണും. പിന്നെ ഇതിനകത്തുനിന്ന് ഒരുപാട് പ്രോബ്ലം, ഈ ചാപ്റ്റർ പഠിച്ച ഒരുപാട് പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടും. പ്രോബ്ലം സെക്ഷന് ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഒരു 2 or 3 പ്രോബ്ലം എന്തായാലും ചോദിക്കും. അപ്പോൾ തന്നെ ഒത്തിരി മാർക്ക് കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ ആ പ്രോബ്ലം പഠിക്കണമെങ്കിൽ ഈ ഇത്രയും ടോപ്പിക്ക് അറിഞ്ഞിരിക്കണം, അല്ലാതെ പ്രോബ്ലം പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ എല്ലാവരും റെഫർ PYQ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും റെഫർ ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ PYQ റെഫർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. SO പെയ്ഡ് നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു സബ്ജക്റ്റിന് 350 ആണ്. മാത്സ്, ഫിസിക്സ്, സ്റ്റാറ്റ് നമുക്കുണ്ട്. 1 സബ്ജക്റ്റ് 150 റുപ്പീസാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ തീരുന്നു. ഇതിൻ്റെ PDF നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ PDFും കിട്ടും. ഈ 15 എസ്സേയുടെ PDFും നമ്മൾ അപ്ലോഡ് ആക്കാൻ ശ്രമിക്കും. അപ്പം എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കാണും. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മൾ 15 എസ്സേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നമ്മുടെ SO പെയ്ഡ് നോട്ട്സിൻ്റെ വീഡിയോ എന്തായാലും കാണും.